യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. യേശുവിനെ പറ്റി കൂടുതൽ അറിയുവാൻ, രുചിച്ചറിയുവാൻ ഗോഡ്സ് വേയിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നാം ഇപ്പോൾ ഒരു വചനം കേട്ടു. വിശുദ്ധനായ പൗലോസ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 13 തിരുവചനം 8 ഭാഗമാണ് നാം കേട്ടത്. എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പുതിയ ഗാനങ്ങൾ ആലപിക്കുവാൻ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്നൊരു പുതിയ ഗാനം നമുക്ക് ചേർന്ന് പഠിക്കാം. ചേർന്ന് പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ച് മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്വരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ഗാനം നമുക്ക് പഠിക്കാം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. പാടിക്കേ. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. ഒരിക്കൽ കൂടി. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ. പാടാം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ ആ നല്ല ദൈവത്തെ, ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. പാട്ടിഷ്ടായോ? നല്ല ഇഷ്ടായോ? ആ നല്ല ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം എന്നാ പറഞ്ഞേ? ആ നല്ല ദൈവത്തെ ആനന്ദത്തോടെ സ്തുതിക്കണം. പിന്നെ പെരുമഴയുടെ ഇരമ്പൽ പോലെ, കാറ്റ് ഇരുമ്പുന്ന പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആ ദൈവത്തെ സ്തുതിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചേർന്ന് പാടാം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ച്. പെരുമഴ പോലെ, പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ ആ നല്ല ദൈവത്തെ, ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടും. പെരുമഴ പോലെ, പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞേ. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്നതിനെ ദൈവത്തെ പെരുമഴ പോലെ, കാറ്റിരുമ്പുന്ന പോലെ നമുക്കും പാടി ആരാധിക്കാം. സർവ്വസൃഷ്ടിജാലങ്ങളോടും പറയാം, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എന്നും ആരാധിക്കും. നമുക്കൊരിക്കൽ കൂടി ചേർന്ന് കരഘോഷത്തോടെ, വലിയ സന്തോഷത്തോടെ, ആനന്ദത്തോടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ,
ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ കാറ്റിരമ്പും പോലെ കടലല പോലെ സ്തുതിച്ചിടുവിൻ. കടലല പോലെ സ്തുതിച്ചിടുവിൻ. കടലല പോലെ സ്തുതിച്ചിടുവിൻ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം. സ്നേഹപൂർവ്വം ബോണി ബ്രദറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരുമിച്ച് പാടുകയായിരുന്നു. ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ രക്ഷിക്കുന്നവനാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കൈകൾ കൂപ്പി ഒന്ന് കണ്ണടച്ച് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങിന്നും ജീവിക്കുന്ന സർവശക്തിയുള്ള ദൈവമാണ്. അങ്ങാണ് ഞങ്ങളുടെ ഏകരക്ഷകൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കണ്ണു തുറക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് ആദ്യമേ തന്നെ ശ്രീ ബുദ്ധൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവ കഥ കേൾക്കാം. ഒരുപക്ഷെ നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ബുദ്ധൻ ഇങ്ങനെ ധ്യാനനിമഗ്നനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു വിധവയായ സ്ത്രീ ഓടി കരഞ്ഞുകൊണ്ട് വരികയാണ്. ഓടി വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകനാണ്. ആ മകൻ മരിച്ചുപോയി. ഗുരു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എനിക്ക് വേറെ ആരുമില്ല. ഉടനെ തന്നെ ഗുരു പറഞ്ഞു, സാരമില്ല, നീ വിഷമിക്കണ്ട. നീ പോയിട്ട് ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് കടുക് വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പോൾ സ്ത്രീക്കൊന്നും മനസ്സിലായില്ല. ഗുരു, അങ്ങ് എന്താണ് പറഞ്ഞത്? ആരും മരിക്കാത്തൊരു വീട് കണ്ടുപിടിച്ച് ആ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് കടുക് കൊണ്ടുവരിക, പ്രശ്നം പരിഹരിക്കാം. ഈ സ്ത്രീ ഇത് കേട്ട ഉടനെ ഒരൊറ്റ ഓട്ടമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം. അതിനാരും മരിക്കാത്ത വീട് അന്വേഷിച്ച് ഈ സ്ത്രീ ഓടി. ആദ്യം കണ്ട വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞ് കയറിയിട്ട് അവർ ചോദിച്ചു, ചേട്ടാ, ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, ഉവല്ലോ, ഞങ്ങളുടെ അപ്പൂപ്പന്മാരൊക്കെ മരിച്ചു പോയവരാണ്. ഇത് മരിപ്പ് നടന്നിട്ടുള്ള വീടാണ്. ഉടനെ തന്നെ ആ സ്ത്രീ അവിടെ നിന്ന് എടുത്ത് ഓടി. അടുത്ത വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ കാരണന്മാരെല്ലാം മരിച്ചു പോയവരാണ്. അടുത്ത വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ചോദിച്ചു, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ആ വീട്ടിലും മരിപ്പ് നടന്നിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ ചേച്ചിക്ക് മനസ്സിലാകുന്നത്, ആരെങ്കിലും മരിക്കാതെ ഈ ലോകത്തിലുണ്ടോ? എപ്പോഴായാലും മരിക്കണം. അപ്പോൾ ഇവർ പതുക്കെ തിരിച്ചു വന്ന് ബുദ്ധൻ്റെ അടുത്ത് ചോദിച്ചു, ഗുരു, നീ എന്ത് പണിയാണ് കാണിച്ചത്? ആരും മരിക്കാത്തൊരു വീടില്ലല്ലോ, എപ്പോഴായാലും മരിക്കണ്ടേ? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സ്ത്രീയെ, നിനക്ക് കാര്യം മനസ്സിലായില്ലേ? എന്നായാലും ഒരിക്കൽ ഒരാൾ മരിക്കണം. നിൻ്റെ കുഞ്ഞിത്തിരി നേരത്തെ മരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ആശ്വാസത്തോടെ വീട്ടിൽ പോവുക. ഈ ഒരു അറിവ് ആ സ്ത്രീയെ ആശ്വസിപ്പിച്ചു. പക്ഷെ മകനെ തിരിച്ചു കിട്ടിയോ? ഇല്ല. പ്രിയപ്പെട്ട മക്കളെ, ബുദ്ധന് ശേഷം 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് മറ്റൊരു ഗുരു നമ്മുടെ ലോകത്തിലേക്ക് വന്നു. അതാരായിരുന്നു? ഈശോയാകുന്ന ഗുരു. ഈശോയുടെ അടുത്തേക്കും ഇതുപോലെ മകൻ മരിച്ച ദുഃഖത്തിൽ ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. ആ ഭാഗം നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വിധവയായ സ്ത്രീ തൻ്റെ മകൻ മരിച്ച ദുഃഖത്തിൽ മകൻ്റെ ശവമഞ്ചവും പേറിക്കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ആ വചനം. 11 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് 11-ാമത്തെ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. ഇത്രയേ ഉള്ളൂ. യേശു വലിയൊരു ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടൊപ്പം നായിൻ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ്. യേശു ഇങ്ങനെ മുന്നേ പോകുന്നു, പുറകെ ധാരാളം ആളുകൾ ഇങ്ങനെ ഒരു ജാഥ പോലെ പോവുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത വാക്യത്തിൽ നമുക്ക് കേൾക്കാം. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു.
ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ പിന്നാലെയുള്ള ഈ ജനക്കൂട്ടവും യേശുവും ഒരു ജംഗ്ഷനിലെത്തി, നായിൻ പട്ടണത്തിൻ്റെ കവലയിലെത്തി. അപ്പോഴത്തേക്കും മറ്റൊരു വശത്തു നിന്ന് വലിയൊരു ജനക്കൂട്ടം വേറെ വരുന്നു. ആ ജനക്കൂട്ടം ആരെയും കൊണ്ടാണ് വരണത്? മരിച്ചുപോയ യുവാവിനെ എടുത്തുകൊണ്ട് വരിക. അതിൻ്റെ മുന്നിൽ വിധവയായ ഈ യുവാവിൻ്റെ അമ്മയുണ്ട്. അവർ കരഞ്ഞുകൊണ്ട് വരികയാണ്. ആ വിധവയ്ക്ക് ആകെ ഉണ്ടായിരുന്നൊരു പുത്രനായിരുന്നു ഇത്. ഇനി കേട്ടെ എന്താണെന്ന് 13-ാമത്തെ വാക്യം. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. നോക്കൂ മക്കളെ, ഈ കരഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ യേശുവിൻ്റെ മനസ്സ് അലിഞ്ഞു. കർത്താവിൻ്റെ മനസ്സിങ്ങനെയാണ്, എല്ലാവരുടെ മുമ്പിലും വേഗത്തിലങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ട് ആ സ്ത്രീയോട് ഈശോ പറഞ്ഞു, എന്ത് ചെയ്യണ്ട? കരയണ്ട, സാരമില്ല, കരയണ്ട. എന്നിട്ട് എന്താ പറയുന്നതെന്ന് കേട്ടെ, 14-ാമത്തെ വാക്യം. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. കണ്ടോ യേശു ചെയ്തതെന്താ? അവൻ മുന്നോട്ട് വന്ന് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. എന്നിട്ട് എന്താ പറഞ്ഞത്? യുവാവേ, എഴുന്നേൽക്കുക. കടുവ് കൊണ്ടുവരാൻ പറഞ്ഞോ? ആരും മരിക്കാത്ത വീട് അന്വേഷിക്കാൻ പറഞ്ഞോ? നമ്മുടെ ഈശോ ജീവൻ നൽകുന്ന കർത്താവാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകാൻ നമ്മളോടൊപ്പം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. യേശു ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ തന്നെ ആ ശവമഞ്ചം വഹിച്ചുകൊണ്ടിരുന്നവരെല്ലാം നിന്നു. എന്നിട്ട് പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക. ആ സെക്കൻഡിൽ യുവാവിന് എന്ത് സംഭവിച്ചു? അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് കേട്ടേ നമ്മൾ. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, മരിച്ച് കുഴിയിൽ കൊണ്ട് വെക്കാൻ വേണ്ടി കൊണ്ടുപോയ ആളാണ്. യേശുവിൻ്റെ ഒരു വാക്ക് കേട്ട് അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വചനം ശ്രദ്ധിച്ചേ. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കണ്ടോ, ഈ ഒരു വലിയൊരു അത്ഭുതം കണ്ടപ്പോൾ അത്രയും നാൾ വരെ ആ മനുഷ്യരാരും കണ്ടിട്ടില്ല മരിച്ചു ഒരാൾ എഴുന്നേറ്റ് വരുന്നത്. അവരാദ്യമായത് കണ്ടപ്പോൾ അവർക്ക് ഭയം തോന്നി. എന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. അതിൻ്റെ താഴെ പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം നമ്മളെ കാണാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ദൈവമാണ്. എങ്ങനെയാണ് അവൻ നമ്മുടെ അടുത്ത് വരുന്നതെന്നറിയാവോ? ഇന്നും ഈശോ എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പറയാവോ ആർക്കെങ്കിലും? എങ്ങനെയാണ് ഈശോ നമ്മുടെ അടുത്ത് വരുന്നത്? സഹോദരനിലൂടെ വരുന്നുണ്ട്. അത് ശരിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, വിശുദ്ധ കുർബാനയിലൂടെ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുകയാണ്. നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ഓരോ കുർബാനയിലൂടെയും തിരുവോസ്തിയായി ഈശോ നമ്മുടെ നാവിൽ വരുമ്പോൾ എന്താ ഈശോ ചെയ്യുന്നത്? നമ്മളെ സന്ദർശിക്കുകയാണ്, നമ്മളോടൊപ്പമായി തീരുകയാണ്. അടുത്ത വചനം കൂടി ഒന്ന് കേൾക്കാം നമുക്ക്. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. കണ്ടോ, ഈ വാർത്ത വേഗത്തിലങ്ങ് പരന്നു. കാരണം അവരിതുവരെയും അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വചനഭാഗത്തിലൂടെ ചേട്ടൻ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ഇന്നും ജീവിക്കുന്ന, ജീവനുള്ള, നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ 3 ദിവസം ധ്യാനമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ. അവനെ എനിക്ക് ആ ധ്യാനത്തിൻ്റെ സമയത്തൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 5-6 പേജോളം എഴുതിയ ഒരു കത്ത് വന്നു. ഈ മോൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ഒരു 6ഓളം പേജുകളുള്ള കത്ത്. ഞാനത് വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവൻ എഴുതിയിരിക്കുകയാണ്, ചേട്ടാ, ധ്യാനത്തിൻ്റെ സമയത്ത് എനിക്ക് ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനെല്ലാം എഴുതുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ആ എഴുത്തിൽ അവൻ്റെ വേദനകൾ, അതോടൊപ്പം തന്നെ അവൻ ചില പാപങ്ങളിൽ വീണുപോയി. പ്രത്യേകിച്ച് കുഞ്ഞുനാളിൽ തെറ്റായ വഴികളിലൂടെ പോയി, പ്രത്യേകിച്ച് ലൈംഗികപരമായ ചില പാപങ്ങളിൽപ്പെട്ട് ആ കുഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെയായി. അവന് പഠിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ചില അശുദ്ധമായ ചിന്തകൾ അവനെ വേട്ടയാടുന്നു. ആരെയും സ്നേഹിക്കാൻ പറ്റണില്ല.
അവൻ്റെ അപ്പയോടും അമ്മയോടും എപ്പോഴും ദേഷ്യം. അപ്പോൾ ഇവൻ ചോദിച്ചിരിക്കുകയാണ്, ചേട്ടാ ഞാൻ ചത്തതുപോലെ ജീവിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട മക്കളെ, ആ കത്ത് വായിച്ച് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അവനോട് വല്ലാത്ത സഹതാപം തോന്നി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഇത്രമാത്രം സ്ട്രഗിൾ അനുഭവിക്കുന്നു. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ എഴുതിയ ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ചു, മോൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അങ്ങനെ അവൻ എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞ പ്രകാരം ഒരു സമയത്ത് അവൻ എന്നെ കാണാൻ വന്നു. കണ്ട് അവനുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. പ്രിയപ്പെട്ട മക്കളെ, എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ കുമ്പസാരിക്കണം, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അവൻ ചോദിച്ചു, ചേട്ടാ ഈശോ എന്നോട് ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും ക്ഷമിക്കും, നിനക്ക് ജീവൻ കിട്ടും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയുക, ഈ കുഞ്ഞു കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഇന്ന് ഈ കുഞ്ഞു പയ്യനായിരുന്ന ഈ മോൻ ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്ന് അവൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു യുവാവായി തീർന്നു. ഈ ജീവൻ ആരാ അവന് കൊടുത്തത്? ഈശോ. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശോ ഇന്ന് ജീവൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം എനിക്ക് വല്ലാത്ത സങ്കടം, നിരാശ, പ്രാർത്ഥിക്കാനൊന്നും തോന്നണ പോലുമില്ല. പ്രാർത്ഥിക്കാനിരുന്നിട്ട് എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു മൂഡില്ലാത്തൊരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിനടുത്ത് ഒരു ആരാധനാലയമുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകുമായിരുന്നു. അന്ന് പോണോ വേണ്ടയോ, പോയിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു മൂഡില്ലല്ലോ. എങ്കിൽ ഈശോയുടെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. മനസ്സ് മുഴുവൻ ഒരു മരിച്ച ഒരവസ്ഥ. അങ്ങനെ ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി ഒരു ഉച്ച സമയത്ത് ആരാധനാലയത്തിൽ പോയി മുട്ടുമ്മൽ നിന്നു. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ തിരുവോസ്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആ ഈശോയെ നോക്കി നിന്നു ഇങ്ങനെ. ഈശോയെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എനിക്ക് യേശുവെ എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റണില്ല. ഞാനിങ്ങനെ വെറുതെ നോക്കി നിന്നു. പ്രിയപ്പെട്ട മക്കളെ, സംഭവിച്ചെന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. ഞാൻ ഈ തിരുവോസ്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആനന്ദം വന്ന് നിറയാൻ തുടങ്ങി. എനിക്ക് കരച്ചിൽ വന്നു. വെറുതെ തിരുവോസ്തി നോക്കി നിന്നപ്പോൾ തന്നെ എന്നിലേക്ക് ജീവൻ കടന്നു വരുന്നു. മരിച്ച അവസ്ഥയിൽ പോയി ഞാൻ മുട്ടുമെന്ന് ഞാൻ തിരികെ അവിടെ നിന്ന് പോരുമ്പോൾ, ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് തിരികെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഞാൻ ജീവൻ പ്രാപിച്ചവനായി. തിരികെ വന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി, മരിച്ച അവസ്ഥയിൽ ഞാൻ ഈശോയെ നോക്കി നിന്നു, അവൻ എനിക്ക് പുതിയൊരു ജീവൻ നൽകി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, തിരുവോസ്തിയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ ഇന്നും ജീവിക്കുന്നു. വെറുതെ ഒന്ന് നോക്കി നിന്നാൽ മതി, നമ്മിലേക്ക് ജീവൻ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആരാധനാലയത്തിലൊക്കെ പോയി ഈശോയെ കുറച്ചു നേരം നോക്കി നിൽക്കണം കേട്ടോ. നിൽക്കാറുണ്ടോ? ഈശോയെ കുറച്ചു നേരം നോക്കിയിരിക്കണം. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും വെറുതെ തിരുവോസ്തി നോക്കിയിരുന്നാൽ മതി, നമ്മിലേക്ക് ജീവൻ കടന്നു വരും. നമുക്കൊരു വചനം കേൾക്കാം. ജീവൻ നൽകുന്ന വചനമാണത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. നോക്കിയേ, ഈശോ പറയുകയാണ് നമ്മളോട്, കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. എന്നാൽ ഈശോ വന്നത് എന്തിനാണെന്നാണ് പറയുന്നത്? ജീവൻ നൽകാനും അത് സമൃദ്ധമായിട്ട് നൽകാനും. കുറച്ച് ജീവൻ നൽകാനല്ല, പിന്നെ എങ്ങനെയാണ്? സമൃദ്ധം. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നിറഞ്ഞ് കവിയുന്ന അവസ്ഥ. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെ ജീവിക്കാനല്ല ഈശോ വന്നത്. നമ്മൾ ഓരോരുത്തരും ജീവനുള്ള മക്കളെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതും നമുക്ക് ജീവൻ നൽകുന്നതും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വചനം കൂടി നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാം. ഒന്ന് വലത് കൈ ഉയർത്തിപ്പിടിച്ച് ചേട്ടൻ പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ഉറക്കെ പറയുക. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. പ്രൈസ് ദി ലോർഡ്. തിരുവോസ്തിയായ അപ്പമായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിന് എന്ത് കൊടുക്കാനാ? ജീവൻ കൊടുക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാ. എന്നും വിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തിയായി
ഈശോയെ സ്വീകരിക്കാനും ജീവൻ പ്രാപിക്കാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി അല്ലേ? അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ മക്കൾ കുർബാനയിൽ പങ്കെടുക്കുന്നവരായി തീരണം. ഈ അപ്പം സ്വീകരിച്ച്, ഈ ഈശോയെ സ്വീകരിച്ച് ലോകത്തിന് ജീവൻ കൊടുക്കുന്ന മക്കളായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇനി ആരും നിരാശപ്പെട്ട് ചത്തതുപോലെ ജീവിക്കേണ്ടവരല്ല. കാരണം നമ്മുടെ യേശു നമുക്ക് എന്ത് തരുന്നവനാണ്? ജീവൻ. നിങ്ങളെ കാണുന്നവർക്ക് ജീവൻ ഉണ്ടാവണം. സ്കൂളിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ, ഓ എന്തൊരു ജീവനുള്ള കുഞ്ഞാണിവൻ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ, ഇവൻ എന്തൊരു എനർജിയാണ്, എന്തൊരു ജീവനാണ്, ഒരു പ്രത്യേക ആനന്ദം ഇവനുമായി സംസാരിക്കുമ്പോണ്ടല്ലോ എന്ന് ഫ്രണ്ട്സിനൊക്കെ തോന്നുന്ന രീതിയിൽ അത്രമാത്രം ജീവനുള്ള മക്കളായിട്ട് നമുക്ക് ഇനിയുള്ള നാളുകളിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടി നമുക്ക് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. യേശു എന്തിൻ്റെ അപ്പമാണെന്നാണ് പറയണത്? ജീവന്റെ അപ്പം. ഈശോയുടെ ആ കുർബാനയിൽ തിരുവോസ്തിയായി അപ്പമായി ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവനാണ് കിട്ടണത്. ശരിയല്ലേ? ജീവൻ കടന്നു വരികയാണ്. അടുത്ത വചനം ഒന്ന് കേട്ടെ. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. വിശക്കയില്ല എന്ന് പറയണത് ശാരീരികമായ വിശപ്പാണോ അർത്ഥമാക്കണത്? അല്ല. കുർബാന സ്വീകരിച്ച് ഈശോയാകുന്ന അപ്പത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ആത്മീയമായ വിശപ്പ് നമ്മളിൽ നിന്ന് മാറിപ്പോകും. പിന്നീട് നമുക്ക് നിരാശയില്ല, ദുഃഖമില്ല, നിരന്തരമായ ആനന്ദം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ഈ ലോകത്തിന് തരാൻ പറ്റില്ല. ആ സന്തോഷം എടുത്തു കളയാനും ആർക്കും പറ്റില്ല. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന തിരുവോസ്തിയായ ദൈവത്തെ നമുക്ക് നിരന്തരം ശ്രദ്ധിക്കാം, കാണാം. കൂടെ കൂടെ ആരാധനാലയങ്ങളിൽ പോകണം, ഈശോയെ നോക്കിയിരിക്കണം. ആ ഈശോയെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ജീവൻ ലഭിക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലും നമ്മുടെ ഫ്രണ്ട്സിനുമൊക്കെ ജീവൻ കൊടുക്കുന്ന നല്ല മക്കളായിട്ട് നമുക്ക് മാറാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, നമുക്ക് ഓരോരുത്തർക്കും ജീവൻ ഉണ്ടാകാനാണ് യേശു വന്നത് എന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. എൻ്റെ മക്കൾ ഈ സമയം പ്രാർത്ഥിക്കുക, എൻ്റെ ഈശോയെ എനിക്ക് ജീവൻ തരണമേ, എൻ്റെ പഠനത്തിലൊരു ജീവൻ തരണമേ, എൻ്റെ സ്വഭാവത്തിൽ ജീവൻ്റെ അനുഭവം തരണമേ, എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ വർത്തമാനത്തിലും എൻ്റെ പ്രവൃത്തിയിലും ഒക്കെ ജീവൻ്റെ ഒരു അനുഭവം എനിക്ക് തരണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഏറ്റവും പ്രാർത്ഥനാപൂർവം നമ്മൾ ആദ്യം പാടിയ ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായി ഉള്ളം കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായുള്ള കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായുള്ള കയ്യിലെന്നും നിധി പോൽ കാത്തിടുന്ന ദൈവം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പും പോലെ, കടലല പോലെ
സ്തുതിച്ചിടുവിൻ. ഒരു കുഞ്ഞു പ്രാർത്ഥന കൂടി നമുക്ക് ഏറ്റുപറയാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവൻ എന്നും എനിക്ക് നൽകണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ജീവൻ എന്നും എനിക്ക് നൽകണമേ. കണ്ണുകൾ തുറക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, അടുത്തിരിക്കുന്നയാളുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ ജീവൻ നിനക്ക് ലഭിക്കട്ടെ എന്ന് പരസ്പരം നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഗോഡ്സ് വേയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണും വരെ ഏവർക്കും ഹൃദയം നിറയെ നന്ദി.